ലബു, 1001 രാവുകളിലെ ബസ്രയിലെ ഹസൻ എന്ന കഥയുടെ 2 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇന്ന് പറയാൻ പോകുന്നത് 3-ാമത്തെ പാർട്ടാണ്. ബസ്രയിലെ ഹസന്റെ 3-ാമത്തെ പാർട്ട്. അപ്പോൾ ഈ 1001 രാവുകൾ എന്ന അറബിക്കഥയിലെ ഏതാനും കഥകളാണ് നമ്മളിപ്പോൾ പരമ്പരയായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗർഭിഷ്ഠനായ ഷെയ്ഖ് എന്ന കഥ 5 ഭാഗങ്ങളായി പറഞ്ഞു തീർത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ചാനൽ ആ കഥയുണ്ട്, അത് കൃത്യമായിട്ട് കേൾക്കണം. ഈ 3-ാമത്തെ ഭാഗം കേൾക്കുന്നതിന് മുമ്പ് ബസ്രയിലെ ഹസന്റെ 2 ഭാഗങ്ങളും കൂടി കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കഥ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം 3-ാമത്തെ ഭാഗം. അപ്പോൾ ഹസനെ ആ മന്ത്രവാദി മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ് എൻ്റെ മതം സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹസൻ എന്ത് ചെയ്തു? സ്വീകരിച്ചില്ല. അങ്ങനെ അദ്ദേഹം മന്ത്രവാദി ഹസൻ ഒറ്റ ചവിട്ടിന് താഴേക്കിടുകയും മന്ത്രവാദി അവിടെ നിന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതേ സമയത്തും ഈ ഉടുക്കില്ലേ, ഈ കുതിര പാറി വരുന്ന കുതിരന്റെ ഉടുക്ക് ഒരുപാട് തവണ കൊട്ടിയിട്ട് മുന്നിടുന്നില്ല, ഈ കുതിര പാറി വരുന്നില്ല. ഹസൻ ആകെ വിഷമായി. ഈ മലമുകളിൽ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിവിശാലമായി കിടക്കുന്ന ഒരു വലിയൊരു മലയാണ്. അവിടെ നിന്ന് ഹസൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ രാത്രിയാകുമ്പോൾ അന്നകലെ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ ഒരു വെളിച്ചം കണ്ടു. ഹസൻ ഏതായാലും അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? അങ്ങനെ പതിയെ ആ വെളിച്ചം വലുതായി വന്നു. ഹസൻ എന്ത് ചെയ്തു? ആ വെളിച്ചത്തിന്റെ അടുത്തെത്താറായപ്പോൾ ഹസൻ മനസ്സിലായി അതൊരു ചെറിയ വെളിച്ചമല്ല, അത് വലിയൊരു എന്തോ ഒരു സംഭവമാണെന്ന് മനസ്സിലായി. ഹസൻ അതിൻ്റെയൊക്കെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയൊരു കൊട്ടാരമാണ്. ഒരു വലിയൊരു കൊട്ടാരമാണ്. ഈ മലയുടെ മുകളിൽ ആരുടേതാണ് ഈ കൊട്ടാരം? ഇത്രയും വലിയ വിജനമായി കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ ആരാണ് താമസിക്കുന്നത്? മനുഷ്യനാണോ അതോ ജിന്നാണോ പിശാചാണോ എന്ന ചിന്തയിൽ ഹസന് പേടിയായി. ഏതായാലും വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹസൻ എന്ത് ചെയ്തു? ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് ചവിട്ടുപടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചവിട്ടുപടികൾ കയറിയിട്ട് മട്ടുപ്പാവിലെത്തി അല്ലേ? മട്ടുപ്പാവിലെത്തിയിട്ട് ഹസൻ ഇങ്ങനെ ആ പാസേജിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ നിന്ന് 2 പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് ചെസ് കളിക്കുന്നുണ്ട്. ഹസനെ കണ്ട ഉടനെ തന്നെ അവർ ഞെട്ടി എഴുന്നേറ്റു. ഇത്താത്ത ഒരു മനുഷ്യൻ ആ മന്ത്രവാദി കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടെ? ആ പെൺകുട്ടികൾ അങ്ങനെ പറയും. ഹസന് പേടിയായി. ഹസനാകെ ഇവരെ കണ്ടിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഹസൻ പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യില്ല, ഞാനൊരു പാവാണ് എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ ഹസൻ അവര് പറഞ്ഞു, പേടിക്കണ്ട, ഇങ്ങോട്ടേക്ക് വന്നോളൂ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു. ഹസൻ പേടിച്ച് ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഹസനോട് ആ പെൺകുട്ടികൾ ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. ഹസൻ പറഞ്ഞു, അതൊക്കെ പറയാം, എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയിൽ ഒരാൾ ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഹസന് കൊടുത്തു. ഹസൻ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു. അതിനുശേഷം വേറൊരു എന്ത് ചെയ്ത് 4 പെൺകുട്ടികൾ കൂടി വന്നു. അപ്പം മൊത്തം 6 പേരായി. 6 പേരും കൂടി ഹസനെ വളഞ്ഞു. ഹസനോട് ചോദിച്ചു, നീ ആരാ, എന്താ നിന്റെ പേര് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസൻ പറഞ്ഞു, എൻ്റെ പേര് ഹസൻ, എന്നെ ഒരു മന്ത്രവാദി ഇങ്ങനെ മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. അവിടെ നിന്ന് അയാളുടെ മതം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് അയാളെ ചവിട്ടി താഴേക്കിടുകയും പക്ഷെ ആ ഉടുക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. എനിക്കിപ്പോൾ താഴെ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. അയ്യോ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഹസനോട് അവർ പറഞ്ഞു, ഹസ പേടിക്കണ്ട, നീ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസനെ കൂട്ടിക്കൊണ്ടുപോയി അവർ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ 6 പേര് കൂടാതെ ഞങ്ങളുടെ മൂത്ത ഒരു സഹോദരി കൂടിയുണ്ട്, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അവരാരാ? അത് റോജ എന്നാണ് അവരുടെ പേര്, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഹസൻ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നിക്കുമ്പോൾ റോജ എന്ന് പറഞ്ഞ ഒരു അതിസുന്ദരിയായ ഒരു യുവതി വന്നു. എന്നിട്ട് ഹസനോട് കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ ഹസന്റെ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികളോട് റോജയോട് പെൺകുട്ടികൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ഇവിടുന്ന് വഴിതെറ്റി ഇവിടെ കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹസൻ ആകെ പേടിച്ചിരിക്കുകയാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവര് എന്നൊക്കെ. അപ്പോൾ റോജ വന്നിട്ട് പറഞ്ഞു, ഹസ പേടിക്കണ്ട കേട്ടോ, നീ പേടിക്കണ്ട, ഒരു മനുഷ്യരാരും ഇതുവരെ ഈ കൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഹസൻ ചോദിച്ചു, നിങ്ങൾ മനുഷ്യരല്ലേ? എന്ന് പറഞ്ഞല്ല, ഞങ്ങൾ മനുഷ്യരാണ്, പക്ഷേ ഞങ്ങൾ ജിന്നുകളുടെ മക്കളാണ്. ജിന്നുകളുടെ മക്കളോ? അതെ, ഞങ്ങളുടെ പിതാവ് ജിന്നാണ്. പക്ഷെ നിങ്ങളുടെ പിതാവ് എവിടെ? ഞങ്ങളുടെ പിതാവ് വേറൊരു കൊട്ടാരത്തിലാണ്, ജിന്നുകളുടെ
രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിയാണ് എൻ്റെ പിതാവിൻ്റെ ജോലി. അതുകൊണ്ട് ഞങ്ങൾ 7 പേരെയും ഈ കൊട്ടാരത്തിൻ്റെ അകത്താക്കിയിട്ട് മനുഷ്യരാരും ഞങ്ങളെ കാണാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളെ വിവാഹം കഴിപ്പിക്കാതെ ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ താമസിച്ചു വരികയാണ്. ഒരാങ്ങളയില്ല. അതുകൊണ്ട് നിന്നെ കണ്ടപ്പോൾ ഒരാങ്ങളയെ പോലെ സ്നേഹിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് നീ എത്ര കാലം വേണമെങ്കിലും ഞങ്ങളെ കൂടെ നിന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു, അയ്യോ പറ്റില്ല, എനിക്ക് ആങ്ങളെയായിട്ടൊന്നും നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തിരിച്ചു പോകണം. എൻ്റെ ഉമ്മ എന്നെ കാണാതെ കരയുന്നുണ്ടാവുക അവിടെ. ഞാൻ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എന്നെ എന്ത് ചെയ്യണം, തിരിച്ചു അയക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരണം. അപ്പോൾ റോജ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. പോകണമെങ്കിൽ തന്നെ ആ ഉടുക്ക് വേണം. ഉടുക്കില്ലല്ലോ, ഉടുക്ക് ഞാൻ എവിടെയോ വലിച്ചെറിഞ്ഞു, എത്രയും പരതിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിനക്ക് തിരിച്ചു പോക്ക് സാധ്യമല്ല, ഇവിടെ തന്നെ നിന്നോളൂ. അസന്റെ വിധി എന്താണ്? അസൽ പക്ഷേ കൊട്ടാരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിമനോഹരമായ കൊട്ടാരം, പൂന്തോട്ടമുണ്ട്, അരുവികളുണ്ട്, എല്ലാം നിറഞ്ഞ അതിസുന്ദരമായ കൊട്ടാരത്തിൽ അസൻ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കഴിയുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് സുഖലോലുപനായിട്ട് അങ്ങനെ താമസിക്കുകയാണ്. ഒരു ദിവസം അസൻ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത്, പകൽ സമയത്ത് വല്ലാത്തൊരു ശബ്ദം, മേഘമൊക്കെ പൊട്ടിപ്പൊളിയുന്നത് പോലത്തെ ഒരു ശബ്ദം കേട്ട് അസൻ ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് നോക്കുമ്പോൾ അസന്റെ അടുത്തേക്ക് ഈ 7 പെൺകുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, അസ എഴുന്നേക്ക്, എന്ത് പറ്റി എന്ന് അസൻ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പിതാവ് അയച്ച അനുചരന്മാർ വരുന്നുണ്ട്. ഞങ്ങളുടെ ജിന്ന് പിതാവ് അയച്ച അനുചരന്മാർ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി നിൽക്ക്. അപ്പോൾ നിങ്ങൾ പോവുകയാണോ? അതെ, ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാനോ? നീ ഇവിടെ ഒറ്റക്ക് നിൽക്കണം. നിന്നെ വിട്ടു പിരിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ വിധി നിന്നെ കൊണ്ടുപോയിക്കൂടെ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ കഥ അവർ കഴിക്കും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ഒറ്റക്ക് ഇവിടെ നിൽക്കാനോ? പേടിക്കണ്ട, എല്ലാ സൗകര്യവും നിനക്കിവിടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പോയേ പറ്റൂ. ഞങ്ങളുടെ പിതാവ് അയച്ചിരിക്കുന്ന ആളുകളാണ്, അവരുടെ കൂടെ പോയേ പറ്റൂ. പോകാതെ ഞങ്ങൾക്ക് നിർവൃത്തിയില്ല. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരാം നിന്നെ കാണാൻ വേണ്ടിയിട്ട്. നീ അതുവരെ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണം. നിനക്ക് കഴിക്കേണ്ട ഭക്ഷണവും നിനക്ക് കഴിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. നീ സമാധാനത്തോടെ ഇവിടെ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അസം പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാ, ഈ കൊട്ടാരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും. നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വരും. നിന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാത്തത്. അസ, നീ കാര്യങ്ങൾ പറയുന്ന മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് അസനെ സമാധാനിപ്പിച്ച് ആ 7 പേരും അവിടെ നിന്ന് അസനോട് യാത്രയും പറഞ്ഞു പോയി. പോകുന്ന സമയത്ത് റോജ ഒരു താക്കോൽ കൂട്ട് എടുത്തിട്ട് അസന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അസ, ഇതിൽ 7 താക്കോലുണ്ട്. ഈ 7 താക്കോൽ കൊണ്ടും തുറക്കാൻ പറ്റുന്ന മുറികൾ ഇവിടെയുണ്ട്. നിനക്ക് ഏത് മുറിയിൽ വേണമെങ്കിലും തുറന്നിട്ട് താമസിക്കാം, അവിടെ കഴിയാം. പക്ഷേ ഈ 7ാമത്തെ താക്കോൽ കണ്ടോ, ചുവന്ന താക്കോല്, ഈ താക്കോല് കൊണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു മുറി ഈ കൊട്ടാരത്തിലുണ്ട്. ആ മുറി നീ ഒരു കാരണവശാലും തുറക്കരുത്. അസൻ ചോദിച്ചു, അതെന്താ തുറക്കരുത്? ചോദ്യം വേണ്ട. ആ മുറി നീ ഒരിക്കലും തുറക്കരുത്. എന്താ തുറന്നാലെന്താ അത് പറ. അത് ഞങ്ങൾ ആരും ഇതുവരെ തുറന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നീയും തുറക്കരുത്. ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ആ മുറി ഒഴിച്ചു ബാക്കി എല്ലാ മുറിയും നിനക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. 7ാമത്തെ മുറി നീ ഒരു കാരണവശാലും തുറക്കരുത്. അതിൻ്റെ താക്കോലാണ് ഈ ചുവന്ന താക്കോൽ എന്ന് പറഞ്ഞു. ഞാൻ തുറക്കൂല, എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ അസൻ. ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. ഓക്കെ, ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അവർ 7 പേരും യാത്രയായി. അസൻ അവർ പോയ വിഷമത്തിൽ ഇങ്ങനെ ഒരുപാട് സമയം അവിടെ ഇവിടെയൊക്കെ ഇരുന്നു, നേരം കളഞ്ഞു. അങ്ങനെ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കും, കിടന്നുറങ്ങും, പാട്ട് പാടും. അങ്ങനെയൊക്കെ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് അങ്ങനെ താമസിച്ചു വരികയാണ്. ഒരു ദിവസം, പിറ്റേ ദിവസം 1ാമത്തെ റൂം പോയി തുറന്നു. അത് തുറന്നു നോക്കുമ്പോൾ കൊട്ടാര സാദൃശ്യമായിട്ട് ഇരിക്കുന്ന അതിമനോഹരമായ മുറി. അസൻ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഒരു സൗകര്യമുള്ള മുറികളൊക്കെ ഈ ദുനിയാവിലുണ്ടല്ലോ പടച്ചോനെ എന്നൊക്കെ കരുതിയിട്ട് ആ മുറിയിൽ തന്നെ അന്ന് താമസിച്ചു. അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ആ മുറി. അങ്ങനെ 2ാമത്തെ ദിവസം 2ാമത്തെ മുറിയുടെ താക്കോൽ തുറന്നു. താക്കോൽ വെച്ച് 2ാമത്തെ മുറി തുറന്നു. എന്നിട്ട് ആ മുറിയിൽ താമസിച്ചു. അങ്ങനെ അതും അതിവിശാലമായ 1ാമത്തെ മുറിയേക്കാളും ഭയങ്കരമായി സൗന്ദര്യമുള്ള മുറി 2ാമത്തെ റൂം. അങ്ങനെ ഓരോ ദിവസവും അസൻ ഓരോ റൂമിൻ്റെ താക്കോൽ ഉപയോഗിച്ച് അതിൽ ഓരോന്നിലും
മറ്റുള്ളതിനേക്കാളും ഗുണങ്ങൾ, മെച്ചപ്പെട്ട റൂമുകൾ. ഹസൻ വിചാരിച്ചു എന്തൊരു സൗകര്യമാണ് ഈ കൊട്ടാരത്തിലൊക്കെ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവസാനം 7ാമത്തെ മുറിയുടെ താക്കോല് ഹസൻ എടുത്തു. ഹസനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും 7ാമത്തെ മുറി തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹസൻ പറഞ്ഞു വെറുതെ ആ മുറിയുടെ മുമ്പിൽ പോയി നോക്കി, എന്നിട്ട് തിരിച്ചു വന്നു. പേടിച്ചിട്ട് തുറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, തിരിച്ചു വന്നു. പിറ്റേന്ന് വീണ്ടും 7ാമത്തെ റൂമിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഹസൻ ഇങ്ങനെ വെറുതെ നിന്നു. ആ താക്കോലെടുത്ത് തുറന്നാലോ? പിന്നെ മനസ്സ് പറഞ്ഞു വേണ്ട, അഥവാ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജിന്നോ മറ്റെന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ എൻ്റെ കഥ കഴിയും. അതുകൊണ്ടായിരിക്കും റോജ തുറക്കരുത് എന്ന് ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ തുറക്കൂല എന്നുള്ള രീതിയിൽ തിരിച്ചുപോയി. പിറ്റേന്ന് വീണ്ടും അവിടെയൊക്കെ മടുത്ത് ഹസൻ തിരിഞ്ഞ് വീണ്ടും 7ാമത്തെ മുറിയുടെ അടുത്തെത്തി. എന്നിട്ട് തുറന്നാലോ, എന്തെങ്കിലും വരട്ടെ, ഇവിടെ നിന്ന് എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാലോ എന്നുള്ള ചിന്തയിൽ പിന്നെ മനസ്സ് പറയുന്നു വേണ്ട, വീണ്ടും പറയുന്നു തുറന്നു നോക്ക്, വീണ്ടും പറയുന്നു വേണ്ട. അങ്ങനെ ഭയങ്കരം ഒരു ശണ്ട കൂടുകയാണ് മനസ്സ്. ഹസൻ എന്ത് ചെയ്തു, പതിയെ ആ താക്കോലെടുത്തിട്ട് റെഡ് താക്കോല് എന്തെങ്കിലും ഇതാവട്ടെ എന്ന് കരുതിയിട്ട് ആ റൂമിൻ്റെ താക്കോൽ ദ്വാരത്തിലേക്ക് താക്കോലിട്ടു. പതിയെ ആ താക്കോലിങ്ങ് തിരിച്ചപ്പോൾ കരകര ശബ്ദത്തോടെ ആ ഡോറങ്ങ് മലക്കെ തുറന്നു വന്നു. ഹസൻ ആ റൂമിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? എന്താണെന്നറിയണ്ടേ? ആ കാഴ്ച നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം, 4ാമത്തെ പാർട്ടിൽ. നിങ്ങളെല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.